മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ മാത്രമാണ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ വെള്ളം കയറുള്ളൂ എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പൊ അത് പൊട്ടിച്ചു നോക്കാൻ നമുക്ക് എന്തായാലും ഇപ്പൊ പറ്റൂല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സംഭവം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടൊന്ന് സിമുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലൂടെ ഏകദേശം അക്യുറസിയോടെ തന്നെ ഈ മുല്ലപ്പെരിയാർ ഡാം ഇടുക്കി ഡാം ഒക്കെ പൊട്ടുകയാണെങ്കിൽ എവിടെയൊക്കെ എന്ത് തരത്തിലുള്ള ഡാമേജസ് ഒക്കെ ഉണ്ടാവും, ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു ഡിസ്ക്ലെയിമർ എന്ന നിലയിൽ ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോൾ ഈ വീഡിയോ ആരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്ന വീഡിയോ അല്ല. ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇന്റർനെറ്റിന് ഡൗൺലോഡ് എടുക്കാൻ പറ്റുന്ന കേവലം ഒരു ജേർണലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതും വെറും ജേർണലൊന്നുമല്ല, ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ജേർണലിൽ നിന്ന് കിട്ടിയ ഡേറ്റാസ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതുമാത്രമല്ല, ഈ ഒരു സിമുലേഷൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഹൈടെക് ആയിട്ടുള്ള, അതായത് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. അമേരിക്കൻ ആർമി കോർപ്പറേഷൻ ഫോർ എഞ്ചിനീയേഴ്സ് ആണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ഹൈടെക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. മുല്ലപ്പെരിയാർ ഡാം ഏകദേശം സീ ലെവലിൽ നിന്ന് 881 മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്. അതുമാത്രമല്ല, ഇവിടുത്തെ വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാമും അറേബ്യൻ സീയും തമ്മിലുള്ള ദൂരം വളരെ ചെറുതാണ്. ഓക്കെ, അതായത് ഏകദേശം 880ഓളം മീറ്റർ ഉയരത്തിൽ വളരെ അടുത്ത് തന്നെയാണ് ഈ പറയുന്ന സീ ലെവൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്കേജ് അല്ലെങ്കിൽ ഒരു ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ സ്പീഡിൽ തന്നെ ഈ വെള്ളം ആ ഒരു സീ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുമാത്രമല്ല, ഇത് പോകുന്ന വഴിയിലൂടെ ഈ വെള്ളം ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ വെള്ളം കയറുന്നൊക്കെ നമ്മൾ പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ ഡേറ്റാസ് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഈ ഒരു സ്റ്റഡിയിലൂടെ 2 കാര്യങ്ങളാണ് അവർ അച്ചീവ് ചെയ്തത്. അതായത് ആദ്യത്തെ ഫേസ് മുല്ലപ്പെരിയാർ ഡാം ടു ഇടുക്കി ഡാം, അതിന്റെ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഇടുക്കി ഡാം ടു നേരെ നമ്മുടെ അറേബ്യൻ സീ. അങ്ങനെ 2 സ്റ്റഡീസ് ആണ് ഇവിടെ ശരിക്കും നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാനത് കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ വെച്ചാൽ, ഇടുക്കിയിൽ ശരിക്കും 3 ഡാമുകളാണ് ഉള്ളത്. അതായത് ആർച്ച് ഡാം ഉണ്ട്, നമ്മുടെ ചെറുതോണി ഉണ്ട്, പിന്നെ കുളമാവ് ഡാം ഉണ്ട്. അപ്പോൾ ഈ 3 ഡാമും ഒരു ഒറ്റ റിസർവോയർ ആണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ റിസർവോയർ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ ഈ ഇമേജിൽ കാണുന്ന പോലെ ഈ ഒരു വാട്ടർ ബോഡി കണ്ടില്ലേ, ഈ ഒരു ഒറ്റ വാട്ടർ ബോഡിയാണ് ഈ 3 ഡാമും ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ 3ാമത്തെ ഡാമിൽ കൊടുത്തിട്ടുള്ള ഇതാണ് നമ്മുടെ ഇടുക്കിയിലത്തെ ആർച്ച് ഡാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ഡാം, ഇത് നമ്മുടെ ചെറുതോണി ഡാം. ഏകദേശം ഒരു 70 ഡിഗ്രി അഡ്ജസ്റ്റന്റ് ആയിട്ടാണ് രണ്ടിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ 3 ഡാമും ശരിക്കും ഷെയർ ചെയ്യുന്ന വാട്ടർ ബോഡിയാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. അത്യാവശ്യം മാസീവ് ആയിട്ടുള്ള വാട്ടർ ബോഡിയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇത്രയും വലുപ്പമുള്ള ഒരു വാട്ടർ ബോഡിയാണ് ശരിക്കും അത് ഷെയർ ചെയ്യുന്നത്. അതായത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ആ ഒരു വാട്ടർ ബോഡിനെക്കാളും ഏകദേശം 8 ഇരട്ടി വെള്ളം ഈ സംഭവത്തിന്റെ അകത്തുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെയും പറയുന്നുണ്ട്, ഇപ്പോ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ അത് ഇടുക്കി പിടിച്ചു നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അസംപ്ഷൻ ശരിക്കും തെറ്റാണെന്നാണ് ആസ് എൻ എഞ്ചിനീയർ എൻ്റെ ഒരു അഭിപ്രായം. ഏതൊരു കമ്പ്യൂട്ടറൈസ്ഡ് സിമുലേഷന് വേണ്ടിയിട്ടും അവിടെയുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡേറ്റാസ് വേണം. അതായത് ഇപ്പോൾ മുല്ലപ്പെരിയാറിലത്തെ ആ കേരളത്തിന്റെ ആ ഒരു സിറ്റുവേഷനിൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഏറ്റക്കുറച്ചില്ല, അതായത് അവിടുത്തെ ടോപ്പോഗ്രഫിക് മാപ്പ് നമുക്ക് വേണം. അവിടുത്തെ എന്തൊരു വെള്ളം ആ ഒരു റിസർവോയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ മുല്ലപ്പെരിയാറിന്റെ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ മുല്ലപ്പെരിയാർ ഡാമിന്റെ അകത്ത് എന്തോരം വെള്ളം ഹോൾഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ഡേറ്റാസ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റാസ് കിട്ടുള്ളൂ. ഇനി അതറിയേണ്ടവർക്ക് എന്തൊക്കെ ഡേറ്റയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് ഞാൻ താഴെ കാണിക്കാം. ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫെയിൽ ആവുകയാണെങ്കിൽ, അതായത് ഇവിടുന്ന് ഫെയിൽ ആവുകയാണെങ്കിൽ ഇത് നേരെ പോയി വണ്ടിപ്പെരിയാർ പോയി നിൽക്കും. അതും ഏകദേശം 25 മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു സംഭവം സംഭവിക്കുന്നതെന്നാണ് ഈ സിമുലേഷനിൽ പറയുന്നത്. അതും അവിടെ വെള്ളം ഏകദേശം 28 മീറ്ററോളം ഉയരത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അത്യാവശ്യത്തിൽ കൂടുതൽ ഫ്ലഡ് ആയിരിക്കും ഈ ഒരു റീജിയനിൽ നമുക്ക് അനുഭവപ്പെടാൻ പോകുന്നത്. അങ്ങനെ പോയി ഏകദേശം 112 മിനിറ്റ് എത്തുമ്പോഴാണ് നമ്മൾ ഈ വെള്ളം നേരെ ഇടുക്കി റിസർവോയറിലേക്ക് പോകുന്നത്. ഇനി ഇവിടെ വേറൊരു അസംപ്ഷൻ നിങ്ങൾ നോക്കുക. അതായത് നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ 85% വെള്ളം ഈ ഇടുക്കിയിലത്തെ റിസർവോയറിൽ പോയി എന്ന് വിചാരിക്കാം. അതായത് ഇടുക്കിയിലത്തെ ആ റിസർവോയറിലത്തെ വെള്ളമുണ്ട്, അത് പ്ലസ് ഈ മുല്ലപ്പെരിയാറിലത്തെ 85% വെള്ളം ഇടുക്കിയിലേക്ക് പോയി എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് നമുക്കിത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു സിമുലേഷൻ മാത്രമാണ്. അപ്പൊ നമുക്ക് ഒരുപാട് അസംപ്ഷൻസ് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ 85 എന്നായിരിക്കില്ല, ചിലപ്പോൾ ഒരു 86% ആയിരിക്കാം, ചിലപ്പോൾ ഒരു 60% വെള്ളമായിരിക്കാം റിയലിസ്റ്റിക്കലി പോകുന്നത്. ഇതൊരു സിമുലേഷൻ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു 85% വെള്ളം അവിടെ പോകുന്നു നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഡേറ്റാസ് ഒക്കെ പറയുന്നത്. ഇനിയിപ്പോ നമ്മുടെ ഈ വെള്ളം നേരെ ഇടുക്കി ഡാമിൽ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഇടുക്കിയിലത്തെ ഏതെങ്കിലും ഒരു ഡാം ഫെയിൽ ആവുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആർച്ച് ഡാമിന്റെ കാര്യമാണ്. അപ്പോൾ ഈ ആർച്ച് ഡാം ഫെയിൽ ആവുകയാണെങ്കിൽ ഈ ഭൂതത്താൻ കെട്ടിലേക്ക് ഏകദേശം 110 മിനിറ്റ് കൊണ്ടാണ് എത്തുന്നത്. അതായത്
ഇടുക്കി ഡാമിൽ നിന്ന് ഭൂതത്താൻകെട്ടിലേക്ക് ഈ പറയുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ ഏകദേശം 110 മിനിറ്റ് കൊണ്ടാണ് എത്തുന്നത്. അവിടുത്തെ ജലനിരപ്പ് എന്ന് പറയുന്നത് 39.25 മീറ്റർ ആണ്. അതായത് അത്യാവശ്യത്തിൽ കൂടുതൽ നല്ല ഡെപ്തിലാണ് ശരിക്കും ആ ഒരു ഏരിയയിൽ വെള്ളം വരുന്നത്. ഒന്നുകൂടി ഞാൻ പറയും, ഇത് എന്റെ ഒരു സമാധാനത്തിന് പറയുകയാണ്, ഇത് ഞാൻ നിങ്ങളെ ആരെ പേടിപ്പിക്കാൻ പറയുന്നതല്ല, ഇതൊരു സിമുലേഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോ അടുത്ത കാര്യം പറയാം. ഭൂതത്താൻകെട്ടിന്ന് നേരെ പോകുന്നത് കോതമംഗലത്തേക്കാണ്. അതായത് ഇടുക്കി ഡാമിൽ നിന്ന് 165 മിനിറ്റിന് ശേഷം മാത്രമാണ് കോതമംഗലത്തേക്ക് എത്തുന്നത്. അവിടുത്തെ ജലനിരപ്പ് എന്ന് പറയുന്നത് 27.8 മീറ്റർ ആണ്. അതും കമ്പാരിറ്റീവ്ലി അത്യാവശ്യം വലിയൊരു സ്കെയിൽ തന്നെയാണ്. ഇനിയിപ്പോ 27.8 മീറ്റർ എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു ടെറൈനൊക്കെ അനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ഒരു സ്ഥലം കണ്ടില്ലേ, ഇത് ആ സ്ഥലമല്ല, എന്നാലും ഞാൻ പറയുകയാണ്, ഇവിടെ ലോ ലൈങ് ഏരിയാസ് ഉണ്ട്, ഹൈ ലൈങ് ഏരിയാസ് ഉണ്ട്. ഇത് ശരിക്കും ഒരു കുന്നിൻ ചെരുവ് എന്തോണ്. അപ്പോ അവിടുത്തെ താഴ്ന്ന പ്രദേശങ്ങളിലായിരിക്കും ഈ പറയുന്ന 28.82 മീറ്റർ ശരിക്കും വാട്ടറിന് ഉയരുള്ളൂ. ഈ മുകളില് ശരിക്കും അത് ഉണ്ടാവില്ല. അത് ജസ്റ്റ് ഒരു കോമൺ സെൻസ് മാത്രമാണ്. എന്നാലും ഞാനത് എടുത്ത് പറഞ്ഞതുകൊണ്ട് ചിലർക്ക് അതിന്റെ സംശയം ഉണ്ടാവാം. ഇടുക്കി ഡാമിൽ നിന്ന് 369 മിനിറ്റുകൾക്ക് ശേഷം അത് പെരുമ്പാവൂർ എത്തും. അതും അവിടുത്തെ ജലനിരപ്പ് എന്ന് പറയുന്നത് ഏകദേശം 20.1 മീറ്റർ ആണ്. അത് മുമ്പുള്ള വെച്ച് നോക്കുമ്പോൾ കുറവാണെങ്കിലും 20 മീറ്റർ വെള്ളത്തിന്റെ ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യത്തിൽ കൂടുതൽ വലിയൊരു സംഭവം തന്നെയാണ്. ഇടുക്കി ഡാമിൽ നിന്ന് 582 മിനിറ്റുകൾ കഴിഞ്ഞാലാണ് ഞാൻ നിൽക്കുന്ന സ്ഥലമായ ആലുവയിലേക്ക് വെള്ളം എത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ ജലനിരപ്പ് എന്ന് പറയുന്നത് ഏകദേശം 15ഓളം മീറ്റർ ആണ്. 15 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല, നല്ല ഹൈറ്റിലാണ് ശരിക്കും വെള്ളം ഇവിടെ പൊങ്ങുന്നത്. അത് മാത്രമല്ല, അവിടെ നിന്ന് ഏകദേശം 1145 മിനിറ്റ് കഴിഞ്ഞാലാണ് ഈ സംഭവം നമ്മുടെ എറണാകുളം ജില്ലയിൽ അവിടെ ഇവിടെയൊക്കെ പോകുന്നതും അത് നേരെ നമ്മുടെ അറേബ്യൻ സീയിലേക്ക് പോയി ഡിസ്പേഴ്സ് ആവുന്നതും. ഓക്കെ, അവിടുത്തെ വാട്ടറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 7.52 മീറ്റർ ആണ്. എന്നിട്ട് പോലും എറണാകുളം ഈ പറയുന്ന ഈ കായലായിട്ട് അറേബ്യൻ സീ ആയിട്ട് ഇത്ര അടുത്ത് കിടന്നിട്ട് പോലും തന്നെ അവിടുത്തെ വാട്ടർ ഹൈറ്റ് എന്ന് പറയുന്നത് 7.52 മീറ്റേഴ്സ് ആണ്. ഈ ഒരു സിമുലേഷനിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് നിസ്സാര രീതിയിലൊന്നല്ല ശരിക്കും വെള്ളം വരാൻ പോകുന്നത്. ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ തന്നെ ഈ എറണാകുളത്ത് ഇത്ര ഈ ലേക്കിന്റെ ഓഷ്യന്റെ ഇത്ര അടുത്ത് എടുക്കുന്ന ആ ഒരു എറണാകുളത്തിന്റെ ആ ഒരു ഏരിയയിൽ തന്നെ 7.52 മീറ്റർ പൊങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാനൊരു സംഭവം കാണിച്ചാൽ അവർ നടത്തിയ കമ്പ്യൂട്ടറൈസ്ഡ് സിമുലേഷനിൽ നിന്ന് കിട്ടിയ ഒരു ഡേറ്റയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് ഇപ്പൊ ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെയാണ് വെള്ളം സ്പ്രെഡ് ആവുന്നത് അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഞാൻ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് നോക്കാം. അതായത് ഇത് അത്യാവശ്യം പിക്സലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാലും ഈ സംഭവം ഇങ്ങനെ സ്പ്രെഡ് ആവും. അതായത് എവിടെ ലോ ലൈങ് ഏരിയാസ് ഉണ്ടോ, അതായത് താഴ്ന്ന പ്രദേശം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇങ്ങനെ വെള്ളം സ്പ്രെഡ് ആവുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു ഇമേജിൽ നിന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് എങ്കിലും അത് ഇങ്ങനെ താഴത്തോട്ട് പോകും തോറും അതിങ്ങനെ സ്പ്രെഡ് ഡൈവേർട്ട് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത്. ഈവൻ ദോ ഇതൊരു കമ്പ്യൂട്ടർ സിമുലേഷൻ ആണെങ്കിൽ പോലും പറയാൻ പറ്റില്ല, ചിലപ്പോൾ റിയൽ ലൈഫിലും ചിലപ്പോൾ ഈ ഒരു സംഭവം തന്നെയായിരിക്കും സംഭവിച്ചേക്കാം. അപ്പോ അതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യത്തിൽ കൂടുതൽ ഭീകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് കാണുന്നുണ്ടാവും. പക്ഷെ ഇത് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയൊരു ഡിസാസ്റ്റർ ആയിട്ട് മാറും. സോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കുക, ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇത് പറഞ്ഞിട്ട് ഇത് ഫോൾസ് ഇൻഫോർമേഷനോ അതായത് ഞാൻ തെറ്റായിട്ടുള്ള ഭീതി ഇങ്ങനെ ആൾക്കാരിൽ ഇങ്ങനെ കൊടുക്കുന്ന അങ്ങനെ ഒന്നല്ല. ഈ ഒരു സംഭവം ഞാനിപ്പോൾ അത് എടുത്ത് കാണിച്ചു തരാം. എന്നെ കാണാൻ കുറച്ച് ഇരുന്നിട്ടുണ്ടാവും, എന്നാലും ഈ ഒരു സംഭവം ആർക്ക് വേണമെങ്കിലും നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് ഇപ്പൊ ഡാം ബ്രേക്ക് ഹസാർഡ് മാപ്പിംഗ്. ഈ സംഭവം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു ഫോണിനോ അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് കണക്ഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ശരിക്കും ചെയ്യാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് എടുക്കാൻ പറ്റും. അതായത് ഇതിനകത്തൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ജേർണലാണ്. അതായത് തട്ടിക്കൂട്ടായിട്ടുള്ള സംഭവം എന്നല്ല, ഇതൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ നിന്ന് എടുത്ത ഡേറ്റാസ് ആണ് ശരിക്കും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതൊരു ഫോൾസ് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നതോ അങ്ങനെയുള്ള ഒരു കാര്യമേ ഞാനിവിടെ ചെയ്യുന്നില്ല. ജെന്യുവൻ ആയിട്ടുള്ള ഒരു അവയർനെസ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശരിക്കും ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു ഡയഗ്രത്തിന്റെ ഒരു ഇതിൽ നിന്നാണ് ഞാൻ ശരിക്കും ആ സംഭവം ഞാൻ എടുത്തത്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ഈ വീഡിയോയിൽ എടുത്ത് പറയണമെന്ന് തോന്നി. ഇതിൽ ഞാൻ പറയാത്തൊരു സംഭവം ഉണ്ട്. അതായത് വെള്ളം ഒഴുകുന്ന ആ ഒരു സ്പീഡ്, അതായത് വെള്ളം ഒഴുകുന്ന മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്, അതായത് ഈ സോഫ്റ്റ്വെയറിലൂടെ കണ്ടുപിടിച്ചതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 12.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് കിലോമീറ്റർ പെർ അവറിൽ എത്രയാണ് ഞാൻ താഴെ എഴുതി കാണിക്കാം. അത്രയാണ് മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ അറേബ്യൻ സീയിലേക്ക്, അതായത് എറണാകുളത്ത് നിന്ന് അറബിക്കടലിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്
0.68 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അതായത് ഗ്രാജുവലി ഇങ്ങനെ കുറഞ്ഞു വരും. അതായത് ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം എന്നൊക്കെ പറയുന്നത് വെസ്റ്റേൺ ഗാർഡ്സിൽ നിൽക്കുന്ന ആ ഒരു സ്ഥലത്താണ് ശരിക്കും ഉള്ളത്. അപ്പോൾ അതെന്ന് പറയുന്നത് 881 മീറ്റർ ഉയരത്തിലാണ് ശരിക്കും നിൽക്കുന്നത്. അപ്പോൾ അത്രയും ഉയരത്തുന്നത് ഈ സംഭവം അറേബ്യൻ സീ തൊട്ടടുത്താണ്, അതായത് സീ ലെവലിൽ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ 800 മീറ്റർ, ഏകദേശം 1 കിലോമീറ്ററോളം ഉയരത്തിലാണ് ഈ പറയുന്ന സാധനം നിൽക്കുന്നത്. അപ്പൊ ഇത് ഫെയിൽ ആവുകയാണെങ്കിൽ വളരെയധികം ഒരു വെള്ളത്തിന്റെ ഒരു ഫ്ലോ റേറ്റ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോ നമ്മുടെ മുല്ലപ്പെരിയാർ കുറച്ചുകൂടി ദൂരത്താണ് നിൽക്കാന്ന് വിചാരിക്കുക. ഒരു ബാംഗ്ലൂരാണ് നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കും. ബാംഗ്ലൂരിൽ നിന്ന് ഈ സംഭവത്തിന്റെ ആ ഒരു ഡ്രെയിനേജ് പാത്ത് എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം വഴിയാന്ന് നിങ്ങൾ വിചാരിക്കുക. അതായത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു പാത്താണ്. ഓക്കെ, ഇനി ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ മുല്ലപ്പെരിയാർ അവിടെ വെച്ച് പൊട്ടുകയാണെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഫ്ലഡ് ഒന്നും ഉണ്ടാവില്ല. കാരണം വെള്ളം ഒഴുകി പോകാനും ഉള്ള ആ ഒരു ഏരിയ ഉണ്ട്. അതായത് ആ വെള്ളം ഉൾക്കൊള്ളിക്കാനുള്ള ഒരു ഏരിയ അവിടെ, ടോട്ടൽ ഏരിയ നോക്കുമ്പോൾ അവിടെ ഉണ്ട്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടുത്തെ ആ ഒരു ഇത്ര അടത്തായത് കൊണ്ട് തന്നെ ഈ സംഭവത്തിന് എവിടെയെങ്കിലും ഈ വെള്ളമല്ലേ, അതിന് എവിടെയെങ്കിലും ഈ താഴ്ന്ന പ്രദേശം, ലോ ലൈങ് ഏരിയസിൽ അത് ഒക്യുപ്പൈ ചെയ്ത് നിൽക്കും. അത് തന്നെയാണ് ലിക്വിഡ്, അതായത് ഫ്ലൂയിഡിറ്റി എന്നൊക്കെ പറയുന്നത്. ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ അത് മാക്സിമം സ്പ്രെഡ് ചെയ്ത് അത് ഏറ്റവും ലോ ലൈങ് ഏരിയ ആയിട്ടുള്ള ഈ സീ ലെവലിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന ഈ ഒരു സിമുലേഷനിൽ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വിഷ്വൽ നമുക്ക് കിട്ടിയത്. അതുമാത്രമല്ല, നിങ്ങളിപ്പോൾ കാണുന്ന നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ അടിഭാഗത്തുള്ള, അതായത് വെള്ളത്തിന്റെ അടിയിലുള്ള ഒരുപാട് ഡാമേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനെ ഡിറ്റീരിയറേഷൻ ആണ് പറയുന്നത്. അതായത് ഒരുപാട് നാളായിട്ട് ഈ സംഭവം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ, അതായത് ഏകദേശം 128-130 വർഷങ്ങളായിട്ട് ഈ സംഭവം അണ്ടർ വർക്കിംഗ് ആണ്. ഓക്കെ, അത് വെള്ളത്തിന്റെ അടിയിലാണ്. അപ്പൊ ഇത്രയും നാളുകൾ കൊണ്ട് അതിൻ്റെ അകത്തുള്ള മെറ്റീരിയൽസ്, അതായത് ഇപ്പൊ ഗ്രേഡ് അത്യാവശ്യം ഒരു മോഡേൺ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിന്റെ ഗ്രേഡ് എന്ന് പറയുന്നത് അത്യാവശ്യം കുറവാണ്. ഒരു ലോ ഗ്രേഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അന്നത്തെ കാലത്ത് ഹൈ ഗ്രേഡ് ആയിരിക്കാം, പക്ഷെ ഇപ്പോഴത്തെ ലോ ഗ്രേഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ അതിന് വിഡ്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഇത്രയും നാൾ അത് വെള്ളത്തിനടിയിൽ സബ്മേർജ്ഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് അവിടെ ഒരുപാട് ഡിറ്റീരിയറേഷനും അവിടെ ഒരുപാട് സീപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സീപ്പിംഗ് എന്നാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് മഴക്കാലത്തൊക്കെ നമ്മുടെ ഭിത്തി ഇങ്ങനെ നനഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ഓക്കെ, അതിന്റെ റീസൺ എന്തായിരിക്കും? ആ ഭിത്തിന്റെ അകത്തൂടെ ചെറിയ 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 സൂക്ഷ്മമായിട്ടുള്ള പോർസ് ഉണ്ടാവും, ഓട്ടകളുണ്ടാവും. ആ ഓട്ടയുടെ അകത്തൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കയറി അപ്പുറത്തേക്ക് എത്തുന്നതിനാണെങ്കിൽ സീപ്പിംഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ എവിടെയെങ്കിലൊക്കെ ന്യൂസിൽ അവിടെ ഇവിടെ കേട്ടിട്ടുണ്ടാവും. അതിനിടെ ഈ പറയുന്നത് ആ ഒരു സംഭവം കാരണം ഇത്തരം വലിയ ഡാമുകൾക്കും കാര്യങ്ങൾക്കൊക്കെ സ്ട്രക്ചറൽ ഡാമേജസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതിനെ പറ്റിയിട്ട് ഒരു റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ, അതായത് ഒരു സബ്മറൈൻ പോലത്തെ ഒരു ചെറിയ റോബോട്ട് പോലത്തെ സാധനം ക്യാമറയൊക്കെ വെച്ചിട്ട് ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ ആ ഒരു വെള്ളത്തിന്റെ അടിയിലൊക്കെ കൊണ്ടുപോയിട്ട് അവിടുത്തെ ഇമേജസ് ഒക്കെ എടുത്തു. ഓക്കെ, അതാണ് ശരിക്കും നിങ്ങളിപ്പോ ഈ വിഷ്വൽസിൽ കാണുന്നത്. ഇതൊരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പബ്ലിക്ലി ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിഷ്വലാണ് ഇത്. ഒട്ടും തന്നെ ഡിഫിക്കൽട്ട് അല്ല. ജസ്റ്റ് ഒരു ഗൂഗിൾ സെർച്ചിന് അപ്പുറം മാത്രമാണ് ഈ ഒരു സംഭവം നിൽക്കുന്നത്. അപ്പോൾ ആ സംഭവം കൊണ്ട് എനിക്ക് ക്ലിയർ ആക്കണം എന്നുണ്ടായി. ഇത് ഞാനിങ്ങനെ എപ്പോഴും എടുത്തെടുത്ത് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഞാനിതൊരു അവയർനെസ്സിന് മാത്രമാണ് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. ഞാനിപ്പോ പെരിയാറിന്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ അല്ലെങ്കിൽ എല്ലാവരുടെയും ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ ഒരാളെന്നെ വിളിച്ചായിരുന്നു, ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ചായിരുന്നു, വിദേശത്താണ്. അപ്പൊ മൂപ്പരടക്കം എൻ്റെ അടുത്ത് സംസാരത്തിൽ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം മുല്ലപ്പെരിയാറിനെ പറ്റിയിട്ടാണ്. അതായത് എല്ലാ മലയാളികളുടെ തലയിൽ ഈ ഒരു സംഭവം ഉണ്ട്. അതായത് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു കാലം നിൽക്കുന്ന പോലെ ഒരു മുല്ലപ്പെരിയാർ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫിയർ, ഇത് പൊട്ടാണ്ടിരിക്കുമോ, അത് പിന്നത്തെ കാര്യം. ഇത് ഡീകമ്മീഷൻ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു പേടി ജനങ്ങളുടെ ഉള്ളില്, എല്ലാവരുടെ ഉള്ളിൽ ആ ഒരു ഫിയർ ഉണ്ട്. അതായത് ഇത് എന്തെങ്കിലും സംഭവിക്കുമോ, ഒരു മനസ്സമാധാനം ഇല്ലാത്തൊരു അവസ്ഥ. അതായത് നമുക്കിപ്പോൾ ഒരുപാട് പൈസ കടം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ, ആ ഒരു ഇതുണ്ടാവില്ലേ? അതേപോലത്തെ ഒരു ഫിയർ, നമ്മുടെ ജീവൻ വെച്ചിട്ട് ഒരു ഫിയർ ശരിക്കും നമ്മുടെ എല്ലാവരുടെ തലയിലുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് പൊട്ടാണ്ടിരിക്കുമോ, അത് പിന്നത്തെ കാര്യമാണ്. ഈ ഒരു ഫിയർ ജനങ്ങളുടെ തലയിൽ നിന്ന് എടുത്ത് കളയാന്നുള്ളത് ഭയങ്കര വലിയൊരു സംഭവം തന്നെയാണ്. അത് അങ്ങനത്തെ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള ആൾക്കാർ മുഴുവനും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് വളരെ താങ്ക്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരാഴ്ചയോട് ഞാൻ പറയുന്നു, അതായത് ഈ വീഡിയോ ഞാൻ ചെയ്തതിന്റെ ഉദ്ദേശം നിങ്ങൾ ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. ആർക്ക് വേണമെങ്കിലും ഞാൻ ഇതിന്റെ ലിങ്ക് വഴി ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എടുത്ത് പരിശോധിക്കാവുന്ന ഡേറ്റാസ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് കേട്ടുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഇതിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്.
അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.